നമ്മുടെ ഒരു വാഹനത്തിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പല ആൾക്കാർക്കും തന്നെ ഈ സൈഡ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയത്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഈ വാഹനത്തിൽ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകിൽ റോഡ് കാണാം, വണ്ടിയുടെ ഏരിയയൊക്കെ കാണാനായിട്ട് കഴിയും. എന്നാൽ ഇത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലാണോ എൻ്റെ വാഹനത്തിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ഒരിക്കലുമല്ല. ഇവിടെ നിങ്ങൾ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക. അതായത് ഈ രീതി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട ചില പോയിന്റുകളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് ഡോറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിലും നമുക്ക് കാണാം. അതായത് സൈഡ് ഡോർ ഹാൻഡിലും ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോർ ഹാൻഡിൽ കാണാവുന്ന പരുവത്തിന് ഇത് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ഡോറിൻ്റെ കണ്ടല്ലോ, ഈ ഡോറിൻ്റെ നടുഭാഗത്തെ ഈ ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇവിടുന്ന് കുറച്ച് പകുതിയായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് മുകളിലേക്കും പകുതിയായിട്ടുള്ള ഭാഗം നമുക്ക് താഴോട്ടും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും എൻ്റെ ഏരിയ നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് കാണാം. വണ്ടിയുടെ ബോഡി ഏരിയ കുറഞ്ഞത് 10% മുതൽ 20% വരെ കാണാവുന്ന പരുവത്തിന് വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് നമ്മുടെ വണ്ടി എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബാക്കി വരുന്ന ഒരു 80% നമുക്ക് റോഡ് നല്ല വൈഡായിട്ട് ബാക്ക് സൈഡിലെ ആ ഒരു വ്യൂ നല്ല രീതിയിൽ കിട്ടുന്ന പരുവത്തിന് വേണം വണ്ടിയുടെ സൈഡ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, ഇതുപോലെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ, ഏറ്റവും പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെയും നമുക്ക് നല്ല രീതിയിൽ കാണാനും ഒപ്പം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയയും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വേണം നിങ്ങൾ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി അപ്പോൾ സെൻറ്റർ മിററും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സെൻറ്റർ മിറർ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇത്തരത്തിൽ നമുക്ക് ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ, അതായത് ബാക്കിലെ ഗ്ലാസ് ഏരിയ പൂർണ്ണമായിട്ട് കാണാവുന്ന പരുവത്തിലായിരിക്കണം സെൻറ്റർ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ബാക്ക് സൈഡിലുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാവുന്ന പരുവത്തിന് നിങ്ങൾ സൈഡ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.